ഹായ് ചങ്കുകളെ. അപ്പൊ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പൊ നമ്മൾക്കൂടെ സുഖം തന്നെയാണ്. നമ്മുടെ ആള് പനിയൊക്കെ മാറി ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. ഉഷാറായില്ലേ? ആ, അപ്പൊ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോ കീമ. അപ്പൊ നമ്മള് ഗ്രീൻ പീസും ബീഫും മറ്റേ കൊത്തി എറിഞ്ഞിട്ടുള്ള ഐറ്റംസ് ആണ് കീമ എന്ന് പറഞ്ഞത്. അപ്പൊ അധികം വടക്കേന്ത്യയിലാണ് ഇത് ഉപയോഗിക്കുന്ന ആൾക്കാര്. വടക്കേന്ത്യയിലെ ആൾക്കാർ ഉപയോഗിക്കുന്ന സാധനം. അവിടെ ഗ്രീൻ പീസ് ഇടും, ഉരുളക്കിഴങ്ങ് ഇടും, അങ്ങനെ പല ടൈപ്പിൽ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മുടെ ശൈലിയിൽ നമ്മൾ ഉണ്ടാക്കണം. അപ്പൊ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചങ്കുകള് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കൂട്ടാക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അത് നിനക്കൊന്നും പറയാനില്ലേ? നിനക്കൊന്നും പറയാനില്ലേ? ആ വേണ്ട, അവന് പറയാനില്ല, അവന് മടിയാ, അവന് കള്ളിയിൽ ചേർത്തുകളപ്പ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ബീഫ് കൊത്തി അരിഞ്ഞത് കറക്റ്റ് എടുത്തിട്ടുണ്ട്. നമ്മള് കീമ ഉണ്ടാക്കണത് ഇങ്ങനെ ബീഫ് കൊത്തി അരിഞ്ഞിട്ടുണ്ടാക്കും. ചിക്കൻ കൊണ്ട് ഉണ്ടാക്കാം, ബീഫ് മട്ടൺ കൊണ്ട് ഉണ്ടാക്കാം, എല്ലാത്തിനും ഉണ്ടാക്കാം. നമ്മളിപ്പോ ബീഫ് കൊണ്ട് ഉണ്ടാക്കണത് അത് പൊറോട്ട, ചപ്പാത്തി, അതുതന്നെ എല്ലാത്തിനും ഉപയോഗിക്കാം. പിന്നെ നമ്മള് 1/2 കിലോ ബീഫ്, ഒരു 1/4 കിലോ ഗ്രീൻ പീസ്, മറ്റേ ഫ്രോസൺ ഗ്രീൻ പീസിനെ ഉപയോഗിച്ച് എടുത്താൽ മതി. പിന്നെ 2 സവാള, ഒരു തക്കാളി, വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3-4 പച്ചമുളക്, വേപ്പില. പിന്നെ നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി ഐറ്റംസ് ഒക്കെ വേണം. അതൊക്കെ നമുക്ക് വഴിയെ കാണിക്കാം നമുക്ക്. ആ, അപ്പൊ നമ്മള് ഇത്ര ഐറ്റംസ് നമ്മള് കീമ ഉണ്ടാക്കാൻ ഉള്ള ഐറ്റംസുകൾ. അപ്പൊ നമുക്ക് നേരെ കീമ ഉണ്ടാക്കാൻ പോയാലോ? നമുക്കിപ്പോ സവാള അരിയണം. ഈ തക്കാളി ജ്യൂസ് അടിക്കണം. അപ്പൊ നമുക്ക് ഈ സവാള അരിയാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാം. പച്ചമുളക് വേണം, വെളുത്തുള്ളി വേണം, ഇഞ്ചി വേണം, സവാള വേണം, ഒക്കെ വേണം. അവിടെ നമ്മളിന്ന് പൊളിക്കും. നമ്മളിന്ന് കീമയും പൊറോട്ടയും ഇന്ന് വൈകിട്ട് രാത്രി നമുക്ക് അപ്പൊ പൊറോട്ട ഒക്കെ ശരിയാക്കും. ആഹാ, ആദ്യം നീ കീമ നമ്മള് ഓഹോ. അപ്പൊ നമുക്ക് സവാള ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം. നമുക്ക് എനിക്ക് ഈ കീമ, ഈ പാകിസ്ഥാൻകാരെ കീമ ഇട്ട് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ്. നമ്മള് ബോംബെയില് ഹോട്ടൽ ഉണ്ടാക്കുന്ന ഒരു പത്രങ്ങള് നമ്മള് ഇതൊന്ന് മിക്സിങ് എടുക്കണം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊന്ന് അരച്ചെടുക്കുക. ഇപ്പൊ നമ്മള് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. 2 സവാള ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അത് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി 2 പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, പിന്നെ 1 സ്പൂൺ കുരുമുളക്, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. അപ്പൊ നമ്മളെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി നേരം പരിപാടി തുടങ്ങിയാലോ? നമുക്ക് അപ്പൊ കീമ നമ്മള് ഗ്രീൻ പീസ് ഇട്ട് ചെയ്യണം. ഇപ്പൊ ചില ആൾക്കാർ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ഗ്രീൻ പീസ് മതി. ഓക്കെ, അങ്ങനെ നമ്മൾ കീമ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ നമ്മള് കീമ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. ഇപ്പൊ എനിക്ക് പനി തുടങ്ങാൻ പോണെന്ന് സംശയം ഉണ്ട്. ഇപ്പൊ പനി എല്ലായിടത്തും ഉണ്ട്. പനി കടയില് പനി കൊടുക്കണ്ട? അങ്ങനെ ഞാൻ വിളിച്ച് കടയിൽ കൊടുക്കേണ്ടത്. എല്ലായിടത്തും പനിയുണ്ട്, കടയിൽ കൊടുക്കേണ്ടത്. ചട്ടി ചൂടായി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മള് ബീഫിന് കുറച്ച് നെയ്യ് ഉണ്ട്, കീമയ്ക്ക് കുറച്ച് നെയ്യ് വേണം. ഇതിപ്പോ ചില ആൾക്കാർ മട്ടൺ ഉണ്ടാക്കും. മട്ടൻ, ചിക്കൻ, ബീഫ്. നമ്മള് ബീഫ് ആണല്ലേ. അപ്പൊ നമുക്ക് എണ്ണ ചൂടായിട്ട് നമുക്ക് സവാള സവാള ഒന്ന് വാർത്തല്ലോ. സവാള ഒന്ന് വാർത്ത, ഇഞ്ചി, പച്ചമുളക്,
പിന്നെ പച്ചമണം പോകുന്നവരൊന്ന് വാട്ടെടുക്കാം. രണ്ടും കൂടി ചേരണം, രണ്ടും കൂടി ഒപ്പം വാടിക്കണം. ഇതില് അല്ലെങ്കിൽ മറ്റത് വാട്ടി വരുമ്പോ ഇത് ഹോട്ടലിലൊക്കെ ഉണ്ടാകുമ്പോൾ സവാള നന്നായിട്ടിടും. പിന്നെ കടയിൽ നിന്ന് നമ്മൾ കഴിച്ചു കഴിയുമ്പോ അതിനൊരു രുചി കൂടില്ല. നമ്മളിവിടെ കടകളില് ഗെയിമില്ല. പിന്നെ മറ്റേ നോർത്ത് ഇന്ത്യൻ ഡിഷ് കിട്ടുന്ന ഹോട്ടലിലൊക്കെ ഉണ്ടാവും. നമ്മളിവിടെ ആൾക്കാർക്ക് ബീഫിന് പൊറോട്ടയ്ക്ക് ചിക്കൻ കറി അല്ലെങ്കിൽ ബീഫ് അങ്ങനെയൊക്കെ പറ്റുള്ളൂ. ബീഫിന്റെ ചാറ് സാമ്പാർ സാമ്പാറും പൊറോട്ട നല്ല ടേസ്റ്റ്, നല്ല സാമ്പാറാണ് ടേസ്റ്റ് ആയിട്ടില്ല. ഹോട്ടലില് നീ കഴിച്ചിട്ടില്ലടാ? ഇപ്പൊ സ്ഥിരം കഴിക്കാനല്ലേ 12 മുമ്പ് പൊറോട്ട സാമ്പാറും. പക്ഷെ ചില ചായക്കാരുടെ സാമ്പാർ പുളി വെള്ളമായിരിക്കും അല്ലേ, വെറുതെ പുളിയിലെ നല്ല ദിവസമല്ല വാളംപുളി കുറെ പോയി വെച്ചിട്ടേ സാമ്പാറായിട്ട് യാതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ലേശം മഞ്ഞപ്പൊടി ഇട്ട് ഓ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട്. ഇനി ലേശം ഉപ്പിട്ടെ എങ്ങനെ നോട്ടെ കുറച്ചിട്ടായിട്ടാ ആവശ്യം പിന്നെ നമുക്ക് നമുക്കിപ്പൊ ഇനി സവാള കാടിയിട്ടുണ്ട്. ഇത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. ഇതൊന്ന് വാടിയിട്ട് നമുക്ക് തക്കാളി പേസ്റ്റ് ആക്കിയിട്ടില്ലേ തക്കാളി പിന്നെ അതൊഴിക്കുക. നമ്മളിപ്പോ ബീഫ് തനിച്ച് കഴിക്കണേ അത് കിടന്ന് വെന്തോളും. അപ്പൊ മസാല ഒക്കെ നോക്കി പിടിച്ചോളൂ. പിന്നെ പച്ചക്കുത്തി പോട്ടെ പോയാ നമുക്കിനി തക്കാളി പേസ്റ്റ് നമ്മ 2 തക്കാളി പേസ്റ്റ് ആക്കിയത് ഈ തക്കാളിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോകണം. കീമെടുത്ത് നമ്മളിതിലേക്ക് ഇനി കീമിടാം നമുക്ക്. അതായത് കീമ പറഞ്ഞാൽ നമ്മള് ബീഫ് ചെറുതായിട്ട് കൊത്തി കഴിഞ്ഞത്. ബീഫ് പകുതി വേവാകുമ്പോ നമുക്ക് ഗ്രീൻ പീസ് വേഗാവും. ഒന്നാവി ഉണ്ടാകുമ്പോ കുറച്ച് വെള്ളം ഒഴിച്ച ഇത് വെള്ളം ഒഴിച്ചെടുക്കാം നമുക്ക്. നമ്മളിപ്പോ പാകിസ്ഥാൻ സ്റ്റൈലും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലും നല്ല ഉണ്ടാക്കുന്നത്. നമ്മുടെ സ്റ്റൈലില് നമുക്ക് പൊറോട്ട കൂട്ടി കഴിക്കാനുള്ള സ്റ്റൈലിൽ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇത് വേവട്ടെ, ഇത് ചെറിയ കിടന്ന് ബീഫ് വേവട്ടെ. അപ്പൊ നമ്മുടെ കീമ ഒരു 3/4 ഭാഗം ഏകദേശം വേവായി. നോക്കി ഗ്രീൻ പീസ് നമുക്ക് 250 ഗ്രീൻ പീസ് വേവട്ടെ, പെട്ടെന്ന് വേവും. ലേശം വെള്ളം ഒഴിക്കും. ഇപ്പൊ നമ്മുടെ കീമ ഈ ലെവലിൽ വേണമെങ്കിൽ എടുക്കാം, എങ്കിൽ ഗ്രേവിയിലാണ്ട്. പക്ഷെ ഇപ്പൊ നമ്മളിപ്പോ പൊറോട്ടയ്ക്ക് കഴിക്കാൻ കുറച്ചൊരു കുഴമ്പായിട്ട് എടുക്കണം. നമ്മള് കുറച്ച് ഗ്രേവി കൂടിയിട്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണം. പിന്നെ നമുക്ക് ഗരം മസാല ഇടാണ്ട്, കുരുമുളക് പൊടി ഇടാണ്ട്, ഐറ്റംസ് ഒക്കെ ഇടാണ്ട്. പൊറോട്ടയ്ക്ക് ആകുമ്പോ കുറച്ചൊന്ന് ഗ്രേവി ഉണ്ട്, ഒന്ന് കുഴമ്പായി. കുറച്ച് വേപ്പില, ഇത് 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. നമ്മളൊരു 3 കറിയാമ്പൂ പൊടി ചേർത്തിട്ടുണ്ട്. അതിനകത്ത് ചെറിയൊരു കറിയാമ്പൂന്റെ ഫ്ലേവർ നിൽക്കണം. നമ്മളെ അടിപൊളി
സ്റ്റീമർ സെറ്റ് പൊറോട്ട, ചപ്പാത്തി, ബ്രെഡ് എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. എങ്ങനെയുണ്ട് ഇപ്പം നിങ്ങൾ ടേസ്റ്റ് നോക്കിയാൽ? ഉപ്പ്, പുളി എല്ലാം സെറ്റായില്ലേ? അടിപൊളിയായില്ലേ? പൊറോട്ടയ്ക്ക് നല്ല അടിപൊളി സാധനല്ലേ? അപ്പൊ നമുക്ക് ബോംബെ പോയി ഇങ്ങനെ പാചകം പഠിച്ച കാരണം ഞങ്ങൾക്ക് കഴിക്കാറായി. അപ്പൊ നമ്മളെ കീമ പൊറോട്ട സെറ്റായിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി നോക്ക്. നല്ല സൂപ്പർ സാധനമാണ് കീമ പൊറോട്ട, നല്ല കോമ്പിനേഷൻ. ഇപ്പൊ എങ്ങനെയുണ്ട് നോക്കിയാൽ നമ്മുടെ കീമ പൊറോട്ടയും എന്റെ അഭിപ്രായം പറഞ്ഞ നമ്മുടെ അടിപൊളി നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് കീമ പൊറോട്ട നല്ല മാച്ചാണ്. ഞങ്ങളുടെ ഗൾഫ് കഴിക്കുമ്പോ ഒട്ടുമിക്ക ദിവസം കഴിക്കുന്ന സാധനമാണ് കീമ പൊറോട്ട. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മെയിനായിട്ട് കഴിച്ചോട്ടെ. കഴിച്ചോക്കെ എന്നിട്ട് എങ്ങോട്ട് നോക്കിയേ, സൂപ്പർ അല്ലേ? അടിപൊളിയല്ലേ? അതെ, ടോവിനൊക്കെ എടുത്തിട്ടുണ്ടെന്ന് വെച്ചോടത്തേക്ക് എന്റെ ടോവിനോ ഒരാട്ട് അടിപൊളിയാണെന്നുള്ളത് അവൻ ആദ്യമായിട്ടല്ലേ കഴിക്കണേ കീമ? എങ്ങനെ ടോവിനോ? അടിപൊളി. അടിപൊളിയില്ലേ? അപ്പോ ഇതുപോലെ എല്ലാവരും വെച്ച് നോക്കുക. നല്ല വെറൈറ്റി സാധനമാണ്. നമ്മളെപ്പോഴും ബീഫും പൊറോട്ടയും ചിക്കനും പൊറോട്ടയും കഴിക്കേണ്ട കീമൊക്കെ ഉണ്ടാക്കി നോക്ക്. നല്ല അടിപൊളി സാധനം, ഞാൻ ഗ്യാരണ്ടി. അപ്പൊ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പൊ ഇത് പറയല്ലേ, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതാണ് നമ്മുടെ ആവശ്യം, വിജയം. പ്രധാന ആവശ്യം. ശരി.